നമസ്കാരം. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്ന് അമിത് ഷാ. ബസ്സുകൾ വൃത്തിയാക്കാനുള്ള വേതനം കൂട്ടി KSRTC. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ശേഷിക്കുന്ന മത്സരങ്ങളിൽ ടീമിനെ നിശ്ചയിച്ച് BCCI. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു. ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റ് 2024 സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയെന്നും ഇതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. KSRTC ബസ്സുകൾ വൃത്തിയാക്കാനുള്ള ജീവനക്കാർക്കുള്ള വേതനം കൂട്ടി. ഫെബ്രുവരി 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ഒരു ഡ്യൂട്ടിക്കിടയിൽ ഒരാൾ കഴുകേണ്ടുന്ന പരമാവധി ബസ്സുകളുടെ എണ്ണം 15 തന്നെയാണ്. കൃത്യമായ ഇടവേളകളിൽ കഴുകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ചെക്ക് ലിസ്റ്റ് പരിഗണനയിലാണെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ഇനി കായിക വാർത്ത. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ശേഷിക്കുന്ന 3 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച് BCCI. വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ 2 മത്സരങ്ങളിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി അവശേഷിക്കുന്ന ടെസ്റ്റുകളിലും കളിക്കില്ല. ഒരു പരമ്പരയിൽ നിന്ന് കോഹ്ലി പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് ഇതാദ്യമായാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.